ഹലോ ഗായ്സ്, അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാനൊരു ഈവനിങ് വ്ളോഗുമായി വന്നിട്ടുണ്ട്. അപ്പം എടുക്കണമെന്ന് വിചാരിച്ചില്ല, പിന്നെ വെറുതെ അങ്ങ് എടുത്തു. അപ്പം കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പൊട്ടൊക്കെ തൊട്ട് സുന്ദരിയാവുകയാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ, ഇതൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും അല്ല. ഞാൻ വെറുതെ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്. കുളിച്ച് വന്നിട്ട് പൊട്ട് തൊടും, പിന്നെ അതിന്ന് ലിപ് ബാം. ഇത് ഞാൻ ഉണ്ടാക്കിയ ബീട്രൂട്ട് ലിപ് ബാമാണ് ഗായ്സ്. അത് എൻ്റെ ചുണ്ടിൻ്റെ താഴെയൊക്കെ പറ്റിയപ്പോൾ ഞാൻ തുടച്ച് കളഞ്ഞു. ഇത് എപ്പോഴോ ഉണ്ടാക്കിയൊരു ലിപ് ബാമാണ് കേട്ടോ, അതുകൊണ്ട് എനിക്ക് റെസിപ്പി ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇട്ടപ്പോഴാണെങ്കിൽ നല്ലോണം കൂടിപ്പോയി. ഞാൻ പിന്നെ കണ്ണാടിയിലൊക്കെ നോക്കി അടിപൊളിയാക്കി ഇത് സിറ്റായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോയിൽ അത്രയ്ക്ക് കാണാൻ പറ്റില്ല, പക്ഷേ റിയലായിട്ട് നോക്കുമ്പോൾ നല്ലോണം കളറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ തെരളിയപ്പം അല്ലെങ്കിൽ വയണപ്പം എന്നൊക്കെ പറയും, അതും കൊണ്ട് താഴേക്ക് പോവാണ്, താഴത്തെ വീട്ടിലേക്ക്. അവിടെ പണി നടക്കുകയാണ് ഗൈസ്, വീട് പണി ഇത് ഇങ്ങനെയാണുള്ളത്. അപ്പോൾ അവിടെ ഉള്ളവർക്ക് തെരളിയപ്പം കൊടുത്തു. അങ്ങനെ തന്നെയാണോ പറയുക? ഞങ്ങളിവിടെയൊക്കെ എങ്ങനെയാണ് പറയാറ്, നിങ്ങളുടെ അവിടെ എന്താണ് പറയുന്നത് കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ ഇതാണ് എൻ്റെ പൂച്ചക്കുട്ടി, എൻ്റെ പുറകെ വന്നതാണ് ഗൈസ്. ഇവളുടെ പേര് കിങ്ങിണി, ഇത് ആദ്യത്തെ പൂച്ച. ഇനി ഒരു പൂച്ചയും കൂടി ഉണ്ട്, ഇതാണ് രണ്ടാമത്തെ പൂച്ച, തുമ്പി എന്നാണ് ഇതിൻ്റെ പേര്. ഈ പൂച്ചകളാണെങ്കിൽ തീരെ ക്യാമറയിലേക്ക് നോക്കുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ അപ്പോൾ ഗായ്സ്, ഇനി ഞാൻ പോയി തെരളിയപ്പം കഴിക്കട്ടെ, അത്രേ ഉള്ളൂ. ടാറ്റാ ആൻഡ് ബൈ ബൈ.